ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 3ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. പാർട്ട് 2 ആണ് കേട്ടോ. സോഴ്സ് ഓഫ് ലോ. Our constitution is the fundamental law of the nation. Any law framed by central or state government should follow the provisions of our constitution. Thus, the boundaries within which government can make and enforce laws are decided by our constitution, which hold the position as the supreme system and source of law. എന്താണ് നിയമങ്ങളുടെ ഉറവിടം എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. എന്താണ് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന തന്നെ തീരുമാനിക്കും. ഓക്കെ, അപ്പം നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഓക്കെ, ഇനി നോക്കാം എന്തൊക്കെ നിയമങ്ങളാണ് ഭരണഘടനയിലുള്ളതെന്ന്. ഓക്കെ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വനം വന്യജീവി സംരക്ഷണ നിയമം. നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ദേശീയ സുരക്ഷാ നിയമം. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ദുരന്ത നിവാരണ നിയമം. ലാൻഡ് റിഫോം ആക്ട്, ഭൂപരിഷ്കരണ നിയമം. ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യസുരക്ഷാ നിയമം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ബാലനീതി നിയമം. ലേബർ ആക്ട് ലോ, അല്ലേ, എന്താണ് തൊഴിൽ നിയമം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഓക്കെ, ഓൾ ദ ലോ മെൻഷൻ എബോവ് ആർ മെയ്ഡ് ദ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. മുകളിൽ പറഞ്ഞ എല്ലാ നിയമങ്ങളും ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ദ ലോ റിലേറ്റഡ് ദ ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻ ഇൻ ദ കൊളാഷ്. എന്താണ് കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന എന്താണ് നിയമങ്ങളിൽ ഏതാണ് ചിൽഡ്രൻസിൻ്റെ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, അല്ലേ, പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഓക്കെ, ഇനി why does our country give a great importance to children rights? എന്താണ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നു. എന്തുകൊണ്ടായിരിക്കാം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് എ ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012, പോക്സോ ആക്ട് 2012. ഓക്കെ, നോക്കാം. The 1989 Convention on the Right of the Child aims to prevent the sexual violence against the children and ensure punishment to the perpetrators. POSCO 2012, Protections of Children from Sexual Offences Act 2012 is an act enacted to implement the rights to guaranteed by the Constitution of the incorporating child-friendly measures without gender discrimination. The law considered all under the age of 18 as child. എന്താണ് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവില്ലേ, അവ തടയാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശങ്ങൾ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കാനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കും. ഓക്കെ, ഹാവ് യു ഹിയർഡ് ഓഫ് ദിസ് ലോ? ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം നോക്കാം അടുത്തത്. എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലീവ് സേഫ്റ്റി വിതൗട്ട് ഫിയർ. The society child must be able to identify the uncomfortable and unsafe touches, looks, action, etc. from any person. They should be capable enough to say no to touch act, able to keep away from the complaint to the authorities. The law states that the cases of sexual assault are to be reported under section 19 to the special juvenile police unit or the local police officers handling POSCO cases are known as Child Welfare Police Officer, CWPO. എന്നുവെച്ചാൽ
എന്താണ് ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. എന്താണ് നമ്മളെ കുട്ടികൾക്ക് നേരെയുള്ള സ്പർശനം, നോട്ടം, പ്രവൃത്തി, ഓക്കെ എന്താണ് അസ്വസ്ഥത ഉളവാക്കുന്ന നോട്ടം, പ്രവൃത്തിയൊക്കെ എന്താണ് ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും ഭരണാധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. പിന്നെന്താ, ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസിലോ ആണെന്ന് ഈ നിയമത്തിൽ പറയുന്നു. പിന്നെന്താ, പോസ്കോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഹാസ് സെറ്റപ്പ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. അല്ലെ, കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോസ്കോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോസ്കോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം. ദ ആക്ട് എൻഷുർ ദ സേവ് ഓഫ് പണിഷ്മെൻറ്റ് എനി വൺ ഹു ഇൻഡൾജ് ദ പോസ്കോ ഒഫൻസ്. എന്താണ്, പോസ്കോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം ഉറപ്പാക്കുന്നു. ഇനി ഓർഗനൈസ് ദ ഡിസ്കഷൻസ്, പ്രിപ്പയർ ആൻ അവയർനെസ് ഓഫ് എംപ്ലിറ്റ് on the topic, detecting situations many lead to the crime against the children and preventive measures to avoid such crimes. എന്താണ്, കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കാനിടയുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച നടത്താൻ പറഞ്ഞിട്ടുണ്ട്, എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ apart from being the system of source of law, which others functions does the constitution perform. നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ്, അതിന് പുറമെ എന്തെല്ലാം ധർമ്മങ്ങളാണ് ഭരണഘടന നിർവഹിക്കുന്നതെന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ്. എസ്റ്റാബ്ലിഷ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്, പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. പിന്നെ ഡിഫൈൻഡ് ആൻഡ് delimits the powers of the ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഡിഫൈൻ ദ ബേസിക് വാല്യൂസ് ഓഫ് ഐഡിയൽ ഓഫ് ദി നേഷൻ, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. പിന്നെ എൻഷുർ ദാറ്റ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദി കൺട്രി ഫങ്ഷൻസ് ആൻഡ് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻസ്, രാജ്യത്തിൻ്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, ഇനി അടുത്തത് പ്രിസർവിങ് യൂണിറ്റി ഓർ ഡൈവേഴ്സിറ്റി എന്ന നാനാത്വത്തിൽ ഏകത്വം. ഇറ്റ് സ്റ്റാൻഡ് ആസ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഡയറക്റ്റ് ദ നേഷൻ, എന്നാണ് രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. പിന്നെ ആക്ട് ആസ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ ട്രൈനി ആൻഡ് അബ്യൂസ് ഓഫ് പവർ. അല്ലേ, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർദ്ധിക്കുന്നു. ഓക്കെ, ഇനി ഒരു പ്രിപ്പയർ എ പ്ലഗ് കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. പ്രിപ്പയർ എ പ്ലഗ് കാർഡ്, റിപ്പബ്ലിക് ഡേ റാലി വിത്ത് മെസ്സേജ് ഓഫ് റിഫ്ലക്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട്. ഓക്കെ, എന്താ പ്ലഗ് കാർഡിൽ എന്താ ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വുമൺ, ഓക്കെ അങ്ങനെ പറയാം. പിന്നെ ഈക്വാളിറ്റി ആൻഡ് ലിബർട്ടി ഫോർ ദ പീപ്പിൾ, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ചേഞ്ച് ആൻഡ് സെറ്റ് റൈറ്റ്സ്. അപ്പം ഇത് നോക്കുക, ഇവിടെ എഴുതിയതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഐഡിയ വർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976. എന്താണ്, 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതിയതായി കൂട്ടിച്ചേർത്തു? ഏതെല്ലാമാണ് കൂട്ടിച്ചേർത്തത്? അമെൻമെൻറ്റ് 42 നോക്കാം. എന്താണ്, സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വർ ആഡഡ്. അല്ലേ, ഇനി അടുത്തതും ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇന്ത്യ ബിക്കം ഇൻ ടു ഫോഴ്സ്. എന്ന ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാ? 1950 ജനുവരി 26. വാട്ട് വാസ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ? ഭരണഘടന ആദ്യമായി വരുത്തിയ മാറ്റം ഏത് വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, 1978 ദ റൈറ്റ് ടു പ്രോപ്പർട്ടീസ് നോക്കാം. എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടീസ്? ഇവിടെ 1978 വന്നത് നോക്കൂ.
എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ഈസ് ദ ലോങ്ങർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. ഹൗ ലോങ് ഡിഡ് ദ റൈറ്റ്സ് ടു പ്രോപ്പർട്ടീസ് റിമെയിൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? 1978 വരെ അല്ലേ നിലനിന്ന്. പിന്നെ ഈസ് ദ എഡ്യൂക്കേഷണൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ സിൻസ്? അതെന്താണ്? വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണ് എന്നു മുതൽ? 2002 മുതൽ അല്ലേ. അമെൻമെൻറ്റ് 86 നോക്കാം. ഹൗ മെനി ടൈംസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബി അമെൻഡഡ് സോ ഫാർ? എത്ര പ്രാവശ്യം? 2009 വരെ കേട്ടോ. അല്ലേ, എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? 2009 വരെ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ചസ് ഓഫ് സോഷ്യൽ ഡിമാൻഡ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് ദ എക്സ്പ്ലെയിൻ ഹൗ ദ അമെൻഡ്മെൻറ്റ്സ് can be made accordance to the Articles 368. Parliament has the power of amended the Constitution, but the basic structure of the Constitution should not be amended. എന്താ പറയുന്നത്? കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരാവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന അല്ലേ. മാറുന്ന സാമൂഹ്യ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. എങ്ങനെയെല്ലാം ഭരണഘടനാ ഭേദഗതികൾ മാറ്റം വരുത്താം? എന്താണ്? ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിലാണ്. ഓക്കെ, എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ അല്ലേ. അടിത്തറ ഇളക്കരുതെന്ന് കോടതി വിധിയുള്ളതാണ് അല്ലേ. 1973 കാസർഗോഡ് എടനീർ മഠാധിപതിയാണ് കേശവാനന്ദ ഭാരതി കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധിച്ചതാണ് ഭരണഘടനയുടെ അടിത്തറ ഇളക്കരുതെന്ന്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്തൊക്കെ എഡ്യൂക്കേഷൻ ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? എന്താണ്? വിദ്യാഭ്യാസ മൗലിക അവകാശം അല്ലേ. എന്താണ്? എഡ്യൂക്കേഷൻ വാസ് ദ മെയ്ഡ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ 16th കോൺസ്റ്റിറ്റ്യൂഷണൽ amendment in 2002. These provisions were added in the constitutions as the Article 21A. The Right to Education Act 2009 was enacted on 4th August 2009. As per the amendment, the Act ensure free and compulsory education to all children between the age of 6 and 14. അല്ലേ, വിദ്യാഭ്യാസ മൗലിക അവകാശത്തിൽപ്പെട്ടതാണ്. ഓക്കെ, 2012 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുള്ളത്. പിന്നെന്താണ് ഇതിൽ പറയണത്? എന്താ വെച്ചാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. ഓക്കെ, ഇനി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ചെറു ഭരണഘടന. The term secularism, socialism and integrity were inserted in the preamble of the Constitution through the 42 Amendment of 1976. Some of other changes were also be brought in the Constitution through this amendment. Due to the significant changes brought by the amendment, it also be called mini constitutions. എന്താണ്? 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയിൽ എഴുതി ചേർന്നത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരിക്കുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി അടുത്തത് പ്രിപ്പയർ എ ടൈം ലൈൻ യൂസിങ് സം ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. എന്നാൽ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടുത്തിയ ഒരു ടൈം ലൈൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെൻ ദ റൂൾ ആർ എൻഫോഴ്സ്ഡ്, നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ. നമുക്ക് ലാൻഡ് റിഫോം ഈസ് യെറ്റ് ദ മെറ്ററലൈസ്ഡ് ഇൻ ദ കൺട്രി അല്ലേ. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാക്കാത്ത ഭൂപരിഷ്കരണം അല്ലേ. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് റിയാലിറ്റി അല്ലേ. സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ. പിന്നെ ആൽക്കഹോളിസം കനോട്ട് ബി പ്രിവെൻറ്റഡ് ബൈ ദ ലോ എലോൺ, മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. പിന്നെന്താണ്?
ഡിമാൻഡഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ്സ് ലോ ഷുഡ് ബി ദ സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ് അല്ലേ, ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യം. ഓക്കെ, വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ബൈ ദ റീഡിങ് ദ എബോവ് ഹെഡ്ലൈൻസ് എന്താണ് മുകളിൽ നൽകിയ വാർത്ത നമ്മളെല്ലാവരും നോക്കില്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായതെന്ന് ചോദിച്ചത്. ഇൻഡിക്കേറ്റ് ദ വേരിയസ് ചാലഞ്ചസ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്, എന്താണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളോടെ സൂചിപ്പിക്കുന്നുണ്ട്. വാട്ട് വുഡ് ബി ദ റീസൺസ്, അപ്പോൾ എന്തൊക്കെ റീസൺസ് ആണ് എന്താണ് ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങളെ അല്ലേ, പിന്നെ എന്താണ് ലെജിസ്ലേഷൻസ് ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്റ്റ് ദ വിൽ ബി ദ പീപ്പിൾ അല്ലേ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, പിന്നെ ഇഗ്നോസ് ദ ലോ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഇനി അടുത്തത് ദർ വാസ് എ സൊസൈറ്റി ആൻഡ് അഡ്വൈസ് ഓഫ് ഇൻട്രസ്റ്റ് ഹവർ എനിവൺ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ്ലി ബൗണ്ട് ടു ഒബേ ദ പബ്ലിക് ലോസ് വെൻ ന്യൂ ലോസ് ആർ ഫോർമുലേറ്റഡ് സർക്കംസ്റ്റാൻസസ് criticism and struggles against them are likely to arise അല്ലേ. It is nature and a democratic society such objections should be approached constituently and democratically. എന്താണ് വ്യത്യസ്ത താല്പര്യങ്ങൾ സമൂഹമാണ് നമ്മുടേത് അല്ലേ, വ്യത്യസ്ത താല്പര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെ അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർത്തി വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയർന്നു വരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായാണ് സമീപിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഈ പാഠം തീർന്നു കേട്ടോ. ഇനി എന്താണ്, ഇനി അതിലെന്താ പറയണമെന്ന് വെച്ചാൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷത ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, ഇനി എന്താ എക്സ്പാൻഡ് ആക്ടിവിറ്റീസ് ആണ്. എന്താണ് കളക്ട് ദ ഹെഡ്ലൈൻസ് ആൻഡ് പിക്ചേഴ്സ് റിലേറ്റഡ് ദ ലോ ആൻഡ് പ്രിപ്പയർ എ കൊളാഷ്, എന്താണ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്താ തലക്കെട്ടുകളും ചിത്രങ്ങളും ശേഖരിച്ച് ഒരു കൊളാഷ് തയ്യാറാക്കാൻ പറയുന്നത്. ഓർഗനൈസ് ദ സെമിനാർ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഫീച്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇല്ലേ, അത് എഴുതുക. ഓക്കെ, ഇനി പ്രിപ്പയർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ യുവർ ക്ലാസ്.